നമ്മുടെ രാജ്യത്തുള്ള ചില ക്രൈസ്തവർ, അതേപോലെ ചില ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്രായേൽ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലർ മാത്രമാണ് ഇങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന ജനങ്ങൾക്കാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നവാ സ്റ്റോറി വേൾഡ് യൂട്യൂബ് ചാനൽ. യഹൂദികളും ബഹുദൈവ വിശ്വാസവും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്രയേലിൽ ഉള്ള യഹൂദികൾ ബഹുദൈവ വിശ്വാസത്തിന്, അതേപോലെ വിഗ്രഹ ആരാധനയ്ക്ക് എതിരാണ്. യഹൂദികളുടെ ഗ്രന്ഥമായ തോറായിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നേക്കാൾ പുറമെ നിനക്ക് മറ്റു ദൈവന്മാർ ഉണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹവും രൂപവും ഉണ്ടാക്കരുത്. അവയ്ക്ക് മുന്നിൽ തല കുനിക്കരുത്. അവയെ ആരാധിക്കരുത്. ഇത് തോറയിൽ പറയുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യഹൂദികൾ വിഗ്രഹ ആരാധനയെ ശക്തിയായി എതിർക്കുന്നവരാണ്. അവർ പറയുന്നത് ഒരു ദൈവം മാത്രമാണ് ഉള്ളത്. അതും കൂടാതെ പശുവിൻ്റെ ആഹാരം അവർക്ക് വളരെ ഇഷ്ടമുള്ള ആഹാരത്തിൽ ഒന്നാണ്. ഇവിടെയുള്ള ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഹൈന്ദവരോട് ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്: നിങ്ങളുടെ ദൈവത്തെ നിഷേധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹത്തെ നിഷേധിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന പശുവിനെ വെട്ടിക്കൊന്നു അതിനെ കഴിക്കുന്ന യഹൂദികളെ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? യഹൂദികളുടെ വിശ്വാസപ്രകാരം ബഹുദൈവ വിശ്വാസികൾ നരകത്തിലാണ്. ഇനിയെങ്കിലും ചിന്തിക്കുക. യേശു ക്രിസ്തുവിനെ കൊന്ന യേഹൂദികൾ. ചില ക്രിസ്ത്യാനികൾ യഹൂദികളെ പിന്തുണക്കാറുണ്ട്. എന്നാൽ അവർ ഒരു സത്യം അറിഞ്ഞിരിക്കണം: ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊന്നത് യഹൂദികളാണ്. റോമൻ രാജാവിനോടൊപ്പം കൂടി യഹൂദികൾ യേശുവിനെ കുരിശിൽ കയറ്റി. മുസ്ലിമീങ്ങളെ വിശ്വാസപ്രകാരം യേശു മരിച്ചിട്ടില്ല, ജീവനോട് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരമാണ്. ക്രിസ്ത്യാനികളെ നിങ്ങൾ ബഹുമാനിക്കുന്ന യേശു ക്രിസ്തു ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുരിശിൽ കയറ്റിയ യഹൂദികൾക്ക് നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്.